ഗൈസേ നമുക്ക് ഈ ഒരു പഴയ ഷർട്ടിനെ ഒരു പുതിയ പാറ്റേണിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷർട്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ലേ ഇത് കാണാൻ. ഇത് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയാട്ടോ. പക്ഷെ ഇതിൻ്റെ നെക്ക് ഭയങ്കര കേടെന്ന് പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്, എപ്പോഴും ചെയ്യാറുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ഇതും എടുത്ത് അങ്ങ് വെട്ടിക്കൂട്ടാമെന്ന് കരുതി. അപ്പം ഞാൻ എൻ്റെ അണ്ടർ ബസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വേറൊരു പീസ് വെച്ച് ജോയിൻ ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ താഴെ രണ്ട് സൈഡും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് രണ്ടും കട്ട് ചെയ്തും എന്നിട്ട് സ്ലീവിൻ്റെ താഴെയുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഫ്രിൽസ് വരുന്നത്, അത് ഞാൻ ജോയിൻ ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. കാരണം ഈ സ്ലീവിൻ്റെ താഴത്തെ പോർഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ അണ്ടർ ബസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തു പറഞ്ഞില്ലേ, അതും പിന്നെ ഞാൻ ഓൾറെഡി ഒരു ചെസ്റ്റിൻ്റെ ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ കോർസെറ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള ആ ഒരു പാറ്റേൺ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാറ്റേൺ വെച്ചിട്ട് ഞാൻ അണ്ടർ ബസ്റ്റിൻ്റെ അതിലൂടെ കറക്റ്റ് ആ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ കുറച്ച് സീം അലവൻസ് കൂടെ വിട്ടതിന് ശേഷം ഫ്രണ്ട് പാർട്ടൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ബാക്കിൽ അങ്ങനെ വേറെ എക്സ്ട്രാ ഷേപ്പിംഗ് ഒന്നും ഇല്ലല്ലോ. ബാക്ക് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് ബാക്ക് പാർട്ട് ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്രണ്ടത്തെ പോർഷൻ കട്ട് ചെയ്ത് പറഞ്ഞില്ലേ, നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ. അപ്പം എനിക്കിഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. ഇതുണ്ടോ, ഇതിങ്ങനെ വെച്ച സമയത്ത് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അപ്പം ഞാൻ അത് ഫസ്റ്റത്തെ പോർഷൻ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡ് അതേപോലെ സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ആ സ്ലീവ്സിൻ്റെ അവിടെയുള്ള ഹുക്കില്ലേ, ബട്ടൺ ആ ബട്ടണൊക്കെ ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ആ രീതിയിലുള്ള അങ്ങനെ ഒരു തീമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്രണ്ടത്തെ പോർഷനും കൂടി അത് നമ്മൾ പിൻ ചെയ്ത് വെച്ചായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വെച്ച് ഞാൻ ജസ്റ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ബാലൻസ് വരുന്ന സ്ലീവാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ആ ലുക്ക് വരുന്നത്. എന്നിട്ട് നമ്മളുടെ ആ ഒരു ഫിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടായി വെയർ ചെയ്യാൻ ഇഷ്ടം, അതായത് ഭയങ്കര ഫിറ്റിലാണോ കുറച്ച് ലൂസിലാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് സൈഡൊന്ന് നമുക്ക് നമ്മുടെ ഒരു ഫിറ്റിനനുസരിച്ച് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ കുറച്ചൊരു ലൂസിൽ വരുന്ന രീതിയിലാണ് കേട്ടോ. ഭയങ്കര ഫിറ്റ് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ലൂസിൽ വരുന്ന രീതിയിലാണ്, കാരണം ഇത് ഇങ്ങനെ വീട്ടിലൊക്കെ ഇട്ട് നടക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എൻ്റെ സ്ലീവിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള മെറ്റീരിയൽസില്ലേ, ആ മെറ്റീരിയൽ വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു വലിയ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ താഴത്ത് ഫ്രിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴത്ത് ഫ്രിൽസും കൂടി കൊടുത്തു. ബാക്കിയുള്ള ഒരു പോർഷൻ ബാക്കിയുള്ള മെറ്റീരിയൽ എടുത്ത് ഞാൻ കൈയിൻ്റെ അവിടെ ഒരു സ്ട്രാപ്പ് പോലെ അങ്ങനെയും കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ എൻഡിൽ ഫ്രിൽസ് ആഡ് ചെയ്തില്ലേ, ആ പോർഷൻ അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് കിടക്കുന്ന പോലെ ഭയങ്കര വലിയ ഓപ്പണിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇതിൽ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബട്ടൺ വെച്ചിട്ട് ഇവിടെ ലൂപ്പും ഹോളും കൊടുത്തിട്ട് ഇങ്ങനെ ബട്ടൺ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്താ അതിന് പറയാം, ഹുക്ക് തുന്നിയെടുക്കുക. അങ്ങനെ ഞാൻ ഫുൾ തുന്നിയെടുത്തിട്ട് ആ ഹുക്കും കൂടി അവിടെ ഇടുന്ന സമയത്ത് നമുക്ക് ഇവിടെ താഴത്തെ എൻഡിൽ ആ പോർഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓപ്പണായിട്ട് നിൽക്കില്ല, കുറച്ചൊന്ന് ക്ലോസ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അത് നോക്കിയേ, ആ ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ ഹുക്ക് ഇട്ടിട്ടുമുണ്ട്, ഹുക്ക് റിമൂവ് ചെയ്തിട്ടുള്ളതുണ്ട്. അങ്ങനത്തെ രണ്ട് ഫോട്ടോ ആണ് അതിൽ ആദ്യം കണ്ടത്. അപ്പം ജസ്റ്റ് ഒരു സ്ട്രാപ്പ് എക്സ്ട്രാ കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, സ്ലീവിൻ്റെ ബാക്കി ബാലൻസ് എടുത്തിട്ടാണ് താഴെ ഫ്രിൽസൊക്കെ കൊടുത്തത്. സംഭവം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ടാറ്റാ, ബൈ ബൈ.